നമസ്കാരം. ഈശ്വരൻ്റെ കരവിരുത് അവിശ്വസനീയവും അത്ഭുതകരവുമാണ്. പ്രപഞ്ചം സൃഷ്ടിക്കുമ്പോൾ ഓരോന്നിനും ഓരോ സംവിധാനം ഒരുക്കി കൊടുത്തു. തലമുറ സന്ധാരണത്തിന് ആനന്ദം പ്രദാനം ചെയ്ത് എങ്ങനെ അത്ഭുതകരമായി മനുഷ്യവർഗത്തെ പരിപാലിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ്. പ്രകൃതിയുടെ ഓരോ സൃഷ്ടിക്ക് പിന്നിലും ഓരോ കാരണങ്ങളുണ്ട്. കടലും മലകളും മഴയും തമ്മിലുള്ള ബന്ധം അതിലൊന്നാണ്. അങ്ങനെ പ്രകൃതിയെ പരസ്പര പൂരകങ്ങളായി മുമ്പോട്ട് കൊണ്ടുപോകാൻ ഉള്ള ഈശ്വരൻ്റെ കരവിരുതിനെതിരെയുള്ള വെല്ലുവിളിയാണ് മനുഷ്യൻ ആർത്തിയോടുകൂടി അവൻ്റെ മാത്രം സൗകര്യം പരിഗണിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന പല വികസന പരിപാടികളും. മലനിരകളെ കീറിമുറിച്ച് നമ്മൾ റോഡുകളുണ്ടാക്കി, പ്രകൃതിയുടെ സ്വാഭാവിക യാത്രയ്ക്ക് തടസ്സമുണ്ടാക്കി. തണ്ണീർപ്പാടങ്ങളിൽ നമ്മൾ റിസോർട്ടുകളും റോഡുകളും നിർമ്മിച്ച് ജലത്തിന് സഞ്ചരിക്കാനുള്ള വഴികൾ അടച്ചു. ഇതിനൊക്കെ നമുക്ക് ആരെ കുറ്റം പറയാൻ കഴിയും? ഓരോ പ്രകൃതി ദുരന്തമുണ്ടാകുമ്പോഴും ചിലർ അനുകൂലിച്ചും ചിലർ എതിർത്തും രാഷ്ട്രീയം പറയുന്നതിനപ്പുറത്തേക്ക് നമുക്കെല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് എന്ന് മറന്നുപോകുന്നു. പിണറായി ഭരിച്ചിരുന്നപ്പോൾ വെള്ളപ്പൊക്കത്തെ ന്യായീകരിച്ചിരുന്നത് CPM-കാരും എതിർത്തിരുന്നത് കോൺഗ്രസ്സുകാരുമാണെങ്കിൽ ഇപ്പോൾ അത് തിരിഞ്ഞുപോയി എന്ന് മാത്രം. എന്നാൽ എല്ലാ മനുഷ്യർക്കും ഈ ഗതികെട്ട അവസ്ഥയ്ക്ക് ഉത്തരവാദിത്വമുണ്ട്. തണ്ണീർപ്പാടങ്ങൾ നിരത്തി റിസോർട്ട് പണിയാനും വീട് വയ്ക്കാനും അതിലെ വലിയ റോഡുകൾ പണിയാനും നമ്മൾ തന്നെയല്ലേ മുൻകൈ എടുക്കുന്നത്? അങ്ങനെ ചെയ്യുന്ന ഭരണാധികാരികൾക്കല്ലേ നമ്മൾ വോട്ട് കൊടുക്കുന്നത്? മലനിരകൾ കീറിമുറിച്ച് വികസന പദ്ധതികൾക്ക് രൂപം കൊടുക്കുന്നവർക്കല്ലേ നമ്മൾ പിന്തുണ കൊടുക്കുന്നത്? പ്രകൃതിയുടെ താളം തെറ്റിക്കുന്ന ഈ പ്രക്രിയയുടെ പേരിൽ നമുക്കെങ്ങനെ മറ്റുള്ളവരെ കുറ്റം പറയാൻ കഴിയും? എല്ലാവരും സ്വന്തമൊന്ന് ചിന്തിച്ചു നോക്കുക. നമ്മുടെയൊക്കെ വീട്ടുമുറ്റത്ത് പണ്ടൊരു കിണറുണ്ടായിരുന്നു. മഴ പെയ്യുമ്പോൾ പ്രകൃതിയിലേക്ക് വെള്ളമിറങ്ങിപ്പോകാൻ സംവിധാനമുണ്ടായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ പൈപ്പ് വെള്ളത്തിലേക്ക് മാറി. കിണർ നോക്കുകുത്തിയായി. വീട്ടുമുറ്റത്ത് മുഴുവൻ ഇൻ്റർലോക്കുകളിട്ട് നമ്മൾ വെള്ളത്തിൻ്റെ പോക്ക് നിയന്ത്രിച്ചിരിക്കുന്നു. അങ്ങനെ ഓരോ വ്യക്തിയും അവൻ്റെ സൗകര്യത്തിന് വേണ്ടി ഈ നാടിനെ നശിപ്പിച്ചിട്ട് നമ്മൾ ഒരു ദുരന്തമുണ്ടാകുമ്പോൾ കരയുന്നത് എന്തിനാണ്? ഈ അവസ്ഥയെ കൃത്യമായി വരച്ചു കാട്ടുകയാണ് ശ്രീ ടോണി തോമസ്. നിസാൻ അടക്കമുള്ള മൾട്ടിനാഷണൽ കമ്പനികളിൽ ഉന്നത പദവികൾ വഹിച്ച ഈ പാലാക്കാരൻ നമ്മുടെ നാടിൻ്റെ യാഥാർത്ഥ്യത്തിൽ നമുക്കുള്ള പങ്ക് എണ്ണി നിരത്തുമ്പോൾ അത് ഒരു തരിമ്പെങ്കിലും പശ്ചാത്താപം നൽകിയാൽ അതിന് എന്തെങ്കിലും ഒരു ചെറിയ പരിഹാരം ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഈ മഴക്കാലത്തെ ഏറ്റവും വലിയ സന്ദേശമായി മാറട്ടെ ടോണി തോമസിൻ്റെ ഈ ലേഖനം എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. ഞാനിത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ പമ്പ, മണിമല, മീനച്ചിൽ നദികൾ കരകവിഞ്ഞൊഴുകുകയാണ്. റാന്നി വെള്ളത്തിനടിയിലാണ്. ഈരാറ്റുപേട്ട, പാല, പൂഞ്ഞാർ പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലാണ്. കോട്ടയത്തിൻ്റെ കിഴക്കൻ മലയോരങ്ങളിലും ഇടുക്കിയിലുടനീളവും ഉരുൾപൊട്ടലുണ്ടായി. 3 കുട്ടികൾ ഉൾപ്പെടെ 8 പേർ മരിച്ചു. 4 പേരെ കാണാതായി. കടലിൽ പോയ 6 മീൻപിടുത്തക്കാരെ ഇതുവരെ തിരികെ എത്തിയിട്ടില്ല. 27 വീടുകൾ പൂർണ്ണമായും തകർന്നു. 196 വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. 6000-ഓളം ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറി. മലയോരങ്ങളിൽ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളം ഇപ്പോൾ ആലപ്പുഴയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടനാട് വീണ്ടും ഒരു വെള്ളപ്പൊക്കത്തെ നേരിടാൻ തയ്യാറെടുക്കുന്നു. കേരളത്തിൽ മഴ ശക്തമാകുമ്പോഴെല്ലാം നമ്മൾ ഒരേ ചോദ്യം ചോദിക്കാറുണ്ട്. ഇതെല്ലാം കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഫലമാണോ? അല്ലെങ്കിൽ മുമ്പ് കേരളത്തിൽ ഇങ്ങനെ എല്ലാ വർഷവും വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നില്ലല്ലോ? പക്ഷേ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് ഒരു വസ്തുത അറിയണം. കഴിഞ്ഞ 100-ലേറെ വർഷമായി കേരളത്തിലെ മൊത്തം വാർഷിക മഴ വർദ്ധിച്ചിട്ടില്ല, മറിച്ച് ചെറിയ തോതിൽ കുറഞ്ഞിട്ടാണ് ഉള്ളത്. ഇത് കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാകും. കാരണം നമ്മുടെ ഓർമ്മയിലുള്ളത് മറ്റൊന്നാണ്. 2018-ലെ മഹാപ്രളയം, 2019-ലെ പ്രളയം, 2020-ലെ പെട്ടിമുടി ദുരന്തം, 2021-ലെ ഉരുൾപൊട്ടലുകൾ, 2024-ലെ വയനാട് ദുരന്തം, ഇപ്പോൾ 2026-ൽ വീണ്ടും പ്രളയ ഭീഷണി. മഴ കുറഞ്ഞിട്ടും ദുരന്തങ്ങൾ വർദ്ധിക്കുന്നുവെങ്കിൽ അതിന് പിന്നിൽ മഴയേക്കാൾ വലിയ മറ്റെന്തോ കാരണമുണ്ടാകണം. വെള്ളപ്പൊക്ക ദുരന്തം ഒരു സംവിധാനത്തിൻ്റെ പരാജയത്തിൻ്റെ ഫലമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആദ്യത്തെ മാറ്റം മഴയുടെ സ്വഭാവത്തിലാണ്. മുമ്പ് മൺസൂൺ മഴ 4 മാസങ്ങളിലായി പതുക്കെ പെയ്യുമായിരുന്നു. ഇടയ്ക്ക് മഴയില്ലാത്ത ദിവസങ്ങളും ഉണ്ടായിരുന്നു. അന്ന് മണ്ണിന് വെള്ളം ആഗിരണം ചെയ്യാൻ സമയം കിട്ടുമായിരുന്നു. കിണറുകൾ നിറയും, ഭൂഗർഭ ജലനിരപ്പ് ഉയരും, നദികൾ പതുക്കെ കവിളുകൊള്ളും. ഇന്ന് സ്ഥിതി മാറിയിരിക്കുന്നു. മഴ ലഭിക്കുന്ന ദിവസങ്ങളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പെയ്യുന്ന ദിവസങ്ങളിൽ അതിശക്തമായി മഴയാണ് ലഭിക്കുന്നത്. ഏതാനും മണിക്കൂറുകൾക്കുള്ളിലോ 2-3 ദിവസങ്ങൾക്കുള്ളിലോ ഒരു മാസത്തിൽ ലഭിക്കേണ്ട മഴയുടെ വലിയൊരു ഭാഗം പെയ്തിറങ്ങുന്നു. ഇതിനു പിന്നിൽ ശാസ്ത്രീയമായ കാരണമുണ്ട്. അന്തരീക്ഷം ചൂടാകുമ്പോൾ അതിന് കൂടുതൽ ജലബാഷ്പം വഹിക്കാൻ കഴിയും. അതുകൊണ്ട് കൊടുങ്കാറ്റുകളും ന്യൂനമർദ്ദങ്ങളും ഉണ്ടാകുമ്പോൾ
കുറഞ്ഞ സമയത്തിനുള്ളിൽ അതിശക്തമായ മഴ ലഭിക്കാനുള്ള സാധ്യത വർദ്ധിക്കുന്നു. അതുകൊണ്ടാണ് വാർഷിക മഴയിൽ കുറവുണ്ടെങ്കിലും അതിതീവ്ര മഴ ലഭിക്കുന്ന സംഭവങ്ങൾ കൂടുന്നത്. കേരളത്തിലെ വെള്ളപ്പൊക്കം നദികളിൽ നിന്നല്ല, മറിച്ച് മലനിരകളിൽ നിന്നാണ് തുടങ്ങുന്നത്. മഴ ആദ്യം വീഴുന്നത് പശ്ചിമഘട്ടത്തിലെ വനങ്ങളിലും ചരിവുകളിലുമാണ്. അവിടെയുള്ള മണ്ണും മരങ്ങളും സസ്യങ്ങളും ചേർന്നാണ് മഴവെള്ളത്തെ പതുക്കെ താഴേക്ക് വിടേണ്ടത്. പക്ഷെ കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി മലഞ്ചെരിവുകളിൽ റോഡുകൾ വന്നു, കുന്നുകൾ ഇടിച്ചു നിരത്തപ്പെട്ടു, ക്വാറികൾ വ്യാപിച്ചു, വനങ്ങൾ ചുരുങ്ങി, സ്വാഭാവിക ജലവഴികൾ അടഞ്ഞു. ഇതോടെ മഴവെള്ളം മണ്ണിലേക്ക് ഇറങ്ങുന്ന അളവ് കുറഞ്ഞു. പകരം അത് അതിവേഗം ചെറുതോടുകളിലേക്കും പിന്നീട് നദികളിലേക്കും ഒലിച്ചിറങ്ങുന്നു. അതുകൊണ്ട് മഴ പെയ്ത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നദികൾ കരകവിഞ്ഞൊഴുകുന്നു. മഴയുടെ അളവ് മാത്രം നോക്കിയാൽ ഈ മാറ്റം കാണാനാകില്ല. പക്ഷേ ജലസംഭരണ മേഖലയായ പശ്ചിമഘട്ടത്തെ നോക്കിയാൽ വെള്ളപ്പൊക്കത്തിൻ്റെ യഥാർത്ഥ തുടക്കം അവിടെയാണെന്ന് മനസ്സിലാകും. കേരളത്തിന് അതിൻ്റെ പ്രകൃതിദത്ത വെള്ളപ്പൊക്ക നിയന്ത്രണ സംവിധാനങ്ങൾ പതുക്കെ നഷ്ടപ്പെട്ടു. നെൽപ്പാടങ്ങളെ നാം കേവല കൃഷിഭൂമിയായി മാത്രമാണ് കാണുന്നത്. പക്ഷെ ഒരു നെൽപ്പാടം വലിയൊരു പ്രകൃതിദത്ത ജലസംഭരണ കൂടിയാണ്. മഴ പെയ്യുമ്പോൾ ആയിരക്കണക്കിന് ഘനമീറ്റർ വെള്ളം താൽക്കാലികമായി അവിടെ സംഭരിക്കപ്പെടും. അതുപോലെ തന്നെയാണ് തണ്ണീർത്തടങ്ങളും കായലുകളും. അവ വെള്ളം തടഞ്ഞു നിർത്തുന്ന പ്രകൃതി അണക്കെട്ടുകളാണ്. 1975 കേരളത്തിൽ ഏകദേശം 8.76 ലക്ഷം ഹെക്ടർ നെൽപ്പാടങ്ങളുണ്ടായിരുന്നു. ഇന്ന് അത് ഏകദേശം 2 ലക്ഷം ഹെക്ടറായി ചുരുങ്ങിയിരിക്കുന്നു. വേമ്പനാട് ഉൾപ്പെടെയുള്ള വലിയ തണ്ണീർത്തടങ്ങളുടെ സംഭരണശേഷിയും ഗണ്യമായി കുറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താണ്? മഴയുടെ അളവ് പഴയതുപോലെയാണെങ്കിലും ആ വെള്ളത്തിന് താൽക്കാലികമായി തങ്ങി നിൽക്കാൻ ഉണ്ടായിരുന്ന സ്ഥലം വളരെ കുറഞ്ഞു. അതിനാൽ കൂടുതൽ വെള്ളം ഒരേ സമയം നദികളിലേക്ക് എത്തുന്നു. ഇതാണ് വെള്ളപ്പൊക്കത്തിൻ്റെ അടിസ്ഥാന ഗണിതം. 50 വർഷം മുമ്പ് ഒരു വീട്ടുമുറ്റത്ത് മഴ പെയ്താൽ ഭൂരിഭാഗം വെള്ളവും മണ്ണിലേക്ക് ഇറങ്ങുമായിരുന്നു. ഇന്ന് അതേ സ്ഥലത്ത് കോൺക്രീറ്റ് വിരിച്ച ഇൻ്റർലോക്ക് കട്ടയോ ടൈലോ ആണ്. വെള്ളം മണ്ണിലേക്ക് ഇറങ്ങാതെ നേരെ റോഡിലേക്കും ഓടയിലേക്കും ഒഴുകുന്നു. ഇതൊരു വീട്ടിലെ മാറ്റമല്ല, ലക്ഷക്കണക്കിന് വീടുകളിൽ സംഭവിച്ച മാറ്റമാണ്. ഇന്ന് കേരളത്തിൻ്റെ നദികളെല്ലാം നോക്കാം. ഗംഗയും ഗോദാവരിയും പോലെ വിശാലമായ സമതലങ്ങളിലൂടെ ഒഴുകുന്ന നദികളല്ല കേരളത്തിലേത്. പശ്ചിമഘട്ടത്തിൽ നിന്ന് വെറും 80 മുതൽ 100 കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാണ് മിക്ക നദികളും കടലിൽ പതിക്കുന്നത്. അതുകൊണ്ട് മലയിൽ മഴ പെയ്താൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ വെള്ളം താഴെ എത്തും. ഇന്ത്യയിൽ ഇത്ര വേഗത്തിൽ പ്രതികരിക്കുന്ന നദികൾ വളരെ കുറവാണ്. ഇതിനിടെ മറ്റൊരു മാറ്റം കൂടി സംഭവിച്ചിട്ടുണ്ട്. മുമ്പ് മഴവെള്ളം കാടുകളിലൂടെയും മണ്ണിലൂടെയും നെൽപ്പാടങ്ങളിലൂടെയും പതുക്കെയാണ് നദിയിലെത്തിയിരുന്നത്. ഇന്ന് റോഡുകളും കോൺക്രീറ്റുകളും ഓടകളും കാരണം വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വെള്ളം ഒരേ സമയം നദിയിലെത്തുന്നു. അതുകൊണ്ട് നദികളിലെ ജലനിരപ്പ് അതിവേഗം ഉയരുന്നു. പക്ഷെ പ്രശ്നം അവിടെ അവസാനിക്കുന്നില്ല. നദിയിലെത്തിയ വെള്ളം കഴിയുന്നത്ര വേഗത്തിൽ കടലിലെത്തണം. അവിടെയും കേരളത്തിന് വെല്ലുവിളികളുണ്ട്. നദികളിൽ എക്കലടിഞ്ഞ് സംഭരണശേഷി കുറയുകയും പല നദീമുഖങ്ങളിലും ചെളിയും എക്കലും അടിയുകയും ചെയ്തിട്ടുണ്ട്. കനാലുകളുടെ ആഴം കുറഞ്ഞു. തോട്ടപ്പള്ളി സ്പിൽവേ പോലെയുള്ള പ്രധാന ജലപാതകൾക്ക് രൂപകൽപ്പന ചെയ്ത് ശേഷിയുള്ള വെള്ളം കടലിലേക്ക് ഒഴുക്കാൻ ഇന്ന് കഴിയുന്നില്ല. അപ്പോൾ മുകളിൽ നിന്ന് വേഗത്തിൽ വരുന്ന വെള്ളവും താഴെ നിന്നുള്ള മന്ദഗതിയിലുള്ള ഒഴുക്കും ഒന്നിച്ചു ചേരുമ്പോൾ വെള്ളപ്പൊക്കം കൂടുതൽ രൂക്ഷമാകുന്നു. ഓരോ വെള്ളപ്പൊക്കത്തിന് ശേഷവും നമ്മൾ ചോദിക്കുന്നത് എത്ര മഴ പെയ്തു എന്നാണ്. അതിന് പകരം ചോദിക്കേണ്ടത് യഥാർത്ഥ ചോദ്യം വീണ മഴയെ നാം എങ്ങനെ കൈകാര്യം ചെയ്തു എന്നതാണ്. മഴവെള്ളം എത്ര വേഗത്തിൽ നദിയിലെത്തി? നദിക്ക് അത്രയും വെള്ളം വഹിക്കാൻ ശേഷിയുണ്ടായിരുന്നോ? കനാലുകൾ കൃത്യമായി പ്രവർത്തിച്ചിരുന്നോ? നദീമുഖങ്ങൾ തുറന്നിരുന്നോ? തണ്ണീർത്തടങ്ങൾ ബാക്കിയുണ്ടായിരുന്നോ? നെൽപ്പാടങ്ങൾ വെള്ളം പിടിച്ചു നിർത്തിയോ? അണക്കെട്ടുകളിൽ ആവശ്യത്തിന് ഒഴിഞ്ഞ സംഭരണശേഷി ഉണ്ടായിരുന്നോ? ഇവയാണ് വെള്ളപ്പൊക്കത്തിൽ തീവ്രത തീരുമാനിക്കുന്ന ചോദ്യങ്ങൾ. മഴയുടെ അളവ് മാത്രം നോക്കിയാൽ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടില്ല. ഇവിടെയാണ് കേരളത്തിന് ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്നത്. ലോകത്ത് പല രാജ്യങ്ങളും ഇപ്പോൾ വെള്ളപ്പൊക്കത്തെ ഒരു പ്രകൃതി ദുരന്തമായി മാത്രമല്ല ഒരു ജലനിർവഹണ പ്രശ്നമായാണ് കാണുന്നത്. നെതർലൻഡ്സിലെ റൂം ഫോർ റിവർ ആശയവും ചൈനയിലെ സ്പോഞ്ച് സിറ്റീസ് ആശയവും മഴവെള്ളം കഴിയുന്നത്രയും വേഗത്തിൽ പുറത്തേക്ക് കളയുക എന്ന പഴയ സമീപനത്തിൽ നിന്ന് മാറി ഈ മഴയിൽ എത്ര വെള്ളം നമുക്ക് ഭൂമിയിൽ തന്നെ പിടിച്ചു നിർത്താൻ കഴിയും എന്നതിലേക്ക് മാറിയിരിക്കുന്നു. ഇത് വളരെ വലിയൊരു ചിന്താമാറ്റമാണ്. ഒരു നെൽപ്പാടം സംരക്ഷിക്കുന്നത് കൃഷിയെ മാത്രം സംരക്ഷിക്കുന്നതല്ല, അത് വെള്ളപ്പൊക്ക നിയന്ത്രണത്തിലുള്ള പ്രകൃതിദത്ത അടിസ്ഥാന സൗകര്യത്തെ സംരക്ഷിക്കുക കൂടിയാണ്. ഒരു തണ്ണീർത്തടം സംരക്ഷിക്കുന്നത് പക്ഷികളെയോ മത്സ്യങ്ങളെയോ മാത്രമല്ല, മഴവെള്ളം സംഭരിക്കുന്ന വലിയൊരു പ്രകൃതിദത്ത ജലസംഭരണിയെ കൂടിയാണ്. ഒരു കുളം നികത്തുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് ഒരു ജലാശയം മാത്രമല്ല,
അടുത്ത മഴയിൽ വെള്ളം നിൽക്കേണ്ട ഒരു സ്ഥലം കൂടിയാണ്. ഇന്ന് കേരളം മറ്റൊരു പുതിയ വെല്ലുവിളിയും നേരിടുകയാണ്. നഗരവെള്ളപ്പൊക്കം അഥവാ അർബൻ ഫ്ലഡിംഗ്. കൊച്ചിയിലോ തിരുവനന്തപുരത്തോ കോഴിക്കോട് നഗരത്തിലോ വെള്ളം കയറിയാൽ നദികൾ കരകവിഞ്ഞൊഴുകണമെന്നില്ല. ഏതാനും മണിക്കൂറുകൾ ശക്തമായ മഴ പെയ്താൽ റോഡുകൾ വെള്ളത്തിനടിയിലാകും. കാരണം മഴയുടെ അളവല്ല, മഴവെള്ളം ഒഴുകിപ്പോകേണ്ട വഴികൾ ഇല്ലാതായതാണ്. ഒരു കാലത്ത് മഴവെള്ളം ഒഴുകിയിരുന്ന തോടുകൾ മൂടപ്പെട്ടു, കനാലുകൾ കയ്യേറി, മഴവെള്ള ഓടകൾ മാലിന്യം നിറഞ്ഞു, പുതിയ റോഡുകളും കെട്ടിടങ്ങളും സ്വാഭാവിക ഒഴുക്കിന് തടസ്സപ്പെടുത്തി. അതിനാൽ നഗരങ്ങളിലെ വെള്ളപ്പൊക്കം പ്രകൃതിയുടെ പരാജയമല്ല, നഗരാസൂത്രണത്തിൻ്റെയും മഴവെള്ള നിർവഹണത്തിൻ്റെയും പരാജയമാണ്. മഴയ്ക്ക് ഒഴുകാൻ വഴിയുണ്ടെങ്കിൽ നഗരം മുങ്ങില്ല. വഴിയില്ലെങ്കിൽ ചെറിയ മഴ പോലും വലിയ വെള്ളപ്പൊക്കമാകും. കേരളത്തിലെ വലിയ കനാലുകളുടെയും നദികളുടെയും സ്ഥിതിയും ഇതുതന്നെയാണ്. മുകളിലെ മലമുകളിൽ നിന്ന് അതിവേഗത്തിൽ വെള്ളമെത്തുന്നു. പക്ഷെ കടലിലേക്ക് ഒഴുകിപ്പോകുന്ന വഴി പഴയതുപോലെ പ്രവർത്തിക്കുന്നില്ല. നദീമുഖങ്ങളിൽ ചെളി അടിഞ്ഞിരിക്കുന്നു. ചില കനാലുകളുടെ ആഴം കുറഞ്ഞിരിക്കുന്നു. ചില സ്ഥലങ്ങളിൽ ഒഴുക്ക് തടസ്സപ്പെട്ടിരിക്കുന്നു. ഇവയെല്ലാം ഓരോ മഴയിലും വെള്ളം കൂടുതൽ സമയം കെട്ടിക്കിടക്കാൻ കാരണമാകുന്നു. അണക്കെട്ടുകളെക്കുറിച്ചും ഇതേ രീതിയിൽ ചിന്തിക്കണം. ഓരോ വെള്ളപ്പൊക്കത്തിന് ശേഷവും നമ്മൾ ചോദിക്കുന്നുണ്ട്, അണക്കെട്ട് തുറന്നതുകൊണ്ടാണോ പ്രളയമുണ്ടായത്? പക്ഷേ യഥാർത്ഥ ചോദ്യം അതല്ല. മഴ തുടങ്ങുന്നതിന് മുമ്പ് അണക്കെട്ടിൽ എത്ര വെള്ളം ഉൾക്കൊള്ളാനുള്ള ശേഷി ഉണ്ടായിരുന്നു എന്നതാണ്. ഒരു അണക്കെട്ടിന് വെള്ളപ്പൊക്കം കുറയ്ക്കാൻ കഴിയണമെങ്കിൽ അതിൽ മഴവെള്ളം സംഭരിക്കാനുള്ള സ്ഥലം ബാക്കിയുണ്ടാവണം. പൂർണ്ണമായും നിറഞ്ഞ അണക്കെട്ടിന് പുതിയ വെള്ളം പിടിച്ചു വയ്ക്കാൻ കഴിയില്ല. അപ്പോൾ അത് പുറത്തേക്ക് വിടേണ്ടി വരും. ഇത് അണക്കെട്ടിൻ്റെ പരാജയമല്ല, അത് അങ്ങനെ പ്രവർത്തിപ്പിച്ചു എന്നതിൻ്റെ ചോദ്യമാണ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇന്ന് അണക്കെട്ടുകൾ കലണ്ടർ നോക്കിയല്ല നിയന്ത്രിക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ മഴപ്രവചനവും മണ്ണിലെ ഈർപ്പവും നദിയിലെ ഒഴുക്കും മുഴുവൻ ജലസംഭരണ മേഖലയെ സാഹചര്യങ്ങളും കണക്കിലെടുത്താണ്. കേരളം ഓരോ വലിയ വെള്ളപ്പൊക്കത്തിന് ശേഷവും ആയിരക്കണക്കിന് കോടി രൂപയാണ് ദുരിതാശ്വാസത്തിനും നഷ്ടപരിഹാരത്തിനും റോഡുകൾ, പാലങ്ങൾ, വൈദ്യുതി ശൃംഖലകൾ, ജലവിതരണ സംവിധാനങ്ങൾ എന്നിവ പുനർനിർമ്മിക്കാനും ചെലവഴിക്കുന്നത്. കൃഷിയും ചെറുകിട വ്യാപാരവും വിനോദസഞ്ചാരവും വ്യവസായവും ദിവസങ്ങളോളം നിലച്ചുപോകുന്നു. ഇൻഷുറൻസ് ഇല്ലാത്ത സാധാരണ കുടുംബങ്ങൾ അവരുടെ ജീവിതകാല സമ്പാദ്യം ഒരൊറ്റ രാത്രി കൊണ്ട് നഷ്ടപ്പെടുത്തുന്നു. ഇതൊരു പ്രകൃതി ദുരന്തത്തിന് ചെലവ് മാത്രമല്ല, കാര്യക്ഷമമായ ജലനിർവഹണത്തിൻ്റെ അഭാവത്തിലുള്ള സാമ്പത്തിക വില കൂടിയാണ്. ഓരോ വർഷവും നഷ്ടപരിഹാരത്തിന് ചെലവഴിക്കുന്ന തുകയുടെ ഒരു ഭാഗമെങ്കിലും നെൽപ്പാടങ്ങൾ സംരക്ഷിക്കാനും തണ്ണീർത്തടങ്ങൾ വീണ്ടെടുക്കാനും നദികളും കനാലുകളും പുനരുജ്ജീവിപ്പിക്കാനും മഴവെള്ള നിർവഹണം മെച്ചപ്പെടുത്താനും ചെലവഴിച്ചാൽ അതിൻ്റെ നേട്ടം ദുരന്തം കഴിഞ്ഞല്ല, ദുരന്തം വരുന്നതിന് മുൻപ് തന്നെ കേരളത്തിന് ലഭിക്കും. വെള്ളപ്പൊക്കത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പുതിയ പദ്ധതികളെക്കുറിച്ച് നാം കൂടുതലും ചർച്ച ചെയ്യുന്നത്. പക്ഷേ നിലവിലുള്ള സംവിധാനങ്ങളുടെ പരിപാലനത്തെക്കുറിച്ച് വളരെ കുറച്ചാണ് സംസാരിക്കുന്നത്. ഒരു കനാൽ നിർമ്മിക്കുന്നത് ഒരിക്കൽ മാത്രം ചെയ്യുന്ന ജോലിയാണ്. പക്ഷെ അതിനെ വൃത്തിയാക്കുകയും ആഴം നിലനിർത്തുകയും ചെയ്യുന്നത് എല്ലാ വർഷവും ചെയ്യേണ്ട ജോലിയാണ്. നദീമുഖങ്ങളിൽ ചെളിയടിയുന്നത് സ്വാഭാവികമാണ്. അത് സമയബന്ധിതമായി നീക്കിയില്ലെങ്കിൽ ഒഴുക്ക് കുറയും. ഓടകൾ മാലിന്യം നിറഞ്ഞാൽ മഴവെള്ളം റോഡിലേക്ക് ഇറങ്ങും. പാലങ്ങളുടെ അടിയിലും കലുങ്കുകളിലും മാലിന്യം അടിഞ്ഞാൽ വെള്ളം തിരിച്ചു കയറും. അതിനാൽ വെള്ളപ്പൊക്ക നിയന്ത്രണം പുതിയ പദ്ധതികൾ നിർമ്മിക്കുന്നതിന് മാത്രം ഒതുങ്ങുന്നില്ല. നിലവിലുള്ള ജലപാതകളെ പ്രവർത്തനക്ഷമമായി നിലനിർത്തുന്നതിനാണ് അതിൻ്റെ വലിയൊരു ഭാഗം. പലപ്പോഴും വലിയ നിക്ഷേപങ്ങളെക്കാൾ കൃത്യമായ പരിപാലനമാണ് കൂടുതൽ ഫലം നൽകുന്നത്. തോട്ടപ്പള്ളി സ്പിൽവേയുടെ ശേഷി പൂർണ്ണമായും വീണ്ടെടുക്കാൻ നാം എത്ര ഗൗരവമായി ശ്രമിച്ചു? വേമ്പനാട് കായലിൻ്റെ സംഭരണശേഷി വർദ്ധിപ്പിക്കാൻ എന്ത് ചെയ്തു? പ്രധാന കനാലുകൾ എത്ര വർഷം കൂടുമ്പോഴാണ് ശാസ്ത്രീയമായി ഡ്രെഡ്ജ് ചെയ്യുന്നത്? മഴ തുടങ്ങുന്നതിന് മുമ്പ് എത്ര കിലോമീറ്റർ തോടുകളും ഓടകളും വൃത്തിയാക്കുന്നു? പുതിയ ദേശീയപാതകളും നഗര പദ്ധതികളും നിർമ്മിക്കുമ്പോൾ മഴവെള്ളം എങ്ങോട്ട് പോകുന്നുവെന്ന് കൃത്യമായി കണക്കാക്കുന്നുണ്ടോ? ഇവയാണ് യഥാർത്ഥ വെള്ളപ്പൊക്ക നിയന്ത്രണ ചോദ്യങ്ങൾ. നമ്മുടെ വികസന പദ്ധതികളിൽ ഓരോന്നിനോടും ഒരു ചോദ്യം നിർബന്ധമായും ചോദിക്കണം. ഈ പദ്ധതി മഴവെള്ളത്തിൻ്റെ സ്വാഭാവിക ഒഴുക്കിനെ എങ്ങനെ ബാധിക്കും? ഈ ചോദ്യം ചോദിക്കാതെ വികസനം നടത്തുകയാണെങ്കിൽ ഓരോ പുതിയ റോഡും ഓരോ പുതിയ കെട്ടിടവും ഓരോ ഭൂമി നികത്തലും അറിയാതെ തന്നെ അടുത്ത വെള്ളപ്പൊക്കത്തിന് തീവ്രത കൂട്ടാൻ ഇടയാക്കും. അതുകൊണ്ട് കേരളത്തിൻ്റെ പ്രശ്നം മഴയുടെ മാത്രം പ്രശ്നമല്ല, ഇത് ഭൂവിനിയോഗത്തിൻ്റെ പ്രശ്നമാണ്, ജലനിർവഹണത്തിൻ്റെ പ്രശ്നമാണ്, നഗരാസൂത്രണത്തിൻ്റെ പ്രശ്നമാണ്, നദീനിർവഹണത്തിൻ്റെ പ്രശ്നമാണ്, ദുരന്ത നിവാരണത്തിൻ്റെ പ്രശ്നമാണ്. അതിലുപരി ഇത് വികസനത്തെ എങ്ങനെ കാണുന്നു എന്ന് നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ്. കേരളത്തിൻ്റെ ചരിത്രം നോക്കിയാൽ ഒരു കാര്യം വ്യക്തമാണ്: മഴ എപ്പോഴും ഉണ്ടായിരുന്നു, വെള്ളപ്പൊക്കവും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് കാണുന്നത് പോലെ എല്ലാ വർഷവും സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം സാധാരണമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ചർച്ചയുടെ കേന്ദ്രബിന്ദു മഴയാകരുത്. മഴയെ കേരളം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതാകണം. മഴയാണ് തുടക്കം, പക്ഷേ മഴ ദുരന്തമാകുന്നത് അതിനെ നേരിടാൻ സമൂഹം എത്രത്തോളം തയ്യാറാണ് എന്നതിനെ ആശ്രയിച്ചാണ്.
വെള്ളപ്പൊക്കം ഒരു പ്രകൃതി ദുരന്തമാണ്. പക്ഷേ വെള്ളപ്പൊക്കത്തിലുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ പ്രകൃതി മാത്രം തീരുമാനിക്കുന്നതല്ല. പെട്ടിമുടിയിലും വയനാട്ടിലും ആളപായം വർദ്ധിക്കാൻ കാരണം മഴ അവിടെ മാത്രം പെയ്തതുകൊണ്ടല്ല, മറിച്ച് മലയിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ സുരക്ഷിതമല്ലാത്ത സാഹചര്യങ്ങളിൽ മനുഷ്യവാസം ഉണ്ടായതുകൊണ്ടാണ്. കുട്ടനാട്ടിൽ എല്ലാ വർഷവും ഏറ്റവും വലിയ ദുരന്തം അനുഭവപ്പെടുന്നത് അവിടേക്ക് മാത്രം മഴ പെയ്യുന്നത് കൊണ്ടല്ല, മറിച്ച് കടൽ നിരപ്പിന് താഴെയുള്ള പ്രദേശങ്ങളിൽ ജീവിക്കുന്നവരാണ് കൂടുതൽ അപകട സാധ്യത നേരിടുന്നത് എന്നതുകൊണ്ടാണ്. ആയതിനാൽ വെള്ളപ്പൊക്കം ഒരു ജലശാസ്ത്ര പ്രശ്നം മാത്രമല്ല, അതൊരു സാമൂഹിക പ്രശ്നവുമാണ്. ഏറ്റവും വലിയ നഷ്ടം സംഭവിക്കുന്നത് പലപ്പോഴും സമൂഹത്തിലെ ഏറ്റവും ദുർബലരായ വിഭാഗങ്ങൾക്കാണ്. വെള്ളപ്പൊക്കം ഒരു മഴയുടെ പ്രശ്നമല്ല, ഒരു സംവിധാനത്തിൻ്റെ പ്രശ്നമാണ്. മഴ പശ്ചിമഘട്ടം, വനങ്ങൾ, നെൽപ്പാടങ്ങൾ, തണ്ണീർത്തടങ്ങൾ, നദികൾ, കനാലുകൾ, അണക്കെട്ടുകൾ, നഗരങ്ങൾ, മനുഷ്യരുടെ താമസരീതി ഇവയെല്ലാം ഒരേ ജലചക്രത്തിൻ്റെ ഭാഗങ്ങളാണ്. ഈ ശൃംഖലയിലെ ഏതെങ്കിലും ഒരു കണ്ണി ദുർബലമായാൽ അതിൻ്റെ ആഘാതം മുഴുവൻ സംവിധാനത്തിലും പ്രതിഫലിക്കും. അതോട് പരിഹാരം ഒറ്റ മേഖലയിൽ നിന്ന് വരില്ല. മഴയെ സ്വീകരിക്കുന്നതിൽ നിന്ന് കടലിലെത്തിക്കുന്നത് വരെയുള്ള മുഴുവൻ ജലസംവിധാനത്തെയും ഒരുമിച്ച് കാണുമ്പോഴേ കേരളത്തിന് ദീർഘകാല പരിഹാരം കണ്ടെത്താൻ കഴിയൂ. കേരളത്തിൽ വെള്ളം ഒരൊറ്റ വകുപ്പിൻ്റെ ഉത്തരവാദിത്വമല്ല. ജലസേചനം, തദ്ദേശ സ്വയംഭരണം, റവന്യൂ, വനം, പൊതുമരാമത്ത്, വൈദ്യുതി, ദുരന്ത നിവാരണം എല്ലാവരും അതിൻ്റെ ഓരോ ഭാഗങ്ങൾ കൈകാര്യം ചെയ്യുന്നു. പക്ഷെ മഴയ്ക്ക് വകുപ്പുകളില്ല. ഒരു നദിയെ മുഴുവനായി കാണുന്ന റിവർ ബേസിൻ മാനേജ്മെൻറ്റ്, ഒരു ഏകീകൃത സംവിധാനമില്ലെങ്കിൽ മികച്ച പദ്ധതികൾ പോലും പൂർണ്ണഫലം നൽകില്ല. വെള്ളപ്പൊക്ക നിയന്ത്രണം ഒരു എഞ്ചിനീയറിംഗ് പദ്ധതി മാത്രമല്ല, അത് ഏകോപിതമായ ഭരണ സംവിധാനത്തിൻ്റെ പരീക്ഷണം കൂടിയാണ്. കേരളത്തിൻ്റെ പ്രശ്നം പുതിയ മൺസൂണല്ല, പഴയ മഴയെ നേരിടാൻ കഴിയാതെ പോയ പുതിയ കേരളമാണ്. അത് മനുഷ്യൻ സൃഷ്ടിച്ച മാറ്റമാണെങ്കിൽ അത് തിരുത്താനും മനുഷ്യൻ തന്നെ കഴിയും. വെള്ളപ്പൊക്കം തുടങ്ങുന്നത് ആകാശത്താണ്, പക്ഷേ അത് ദുരന്തമാകുന്നത്. കേരളം നേരിടുന്ന വെല്ലുവിളിയെ ഇത്രയും സമഗ്രമായി അവതരിപ്പിച്ച മറ്റൊരു ലേഖനം ഞാൻ വായിച്ചിട്ടില്ല. ഇത് സർക്കാർ ഗൗരവത്തോടെ കാണണം. സർക്കാരിന് സമയമില്ലെങ്കിൽ കൊച്ചിയിലെ ജെയിൻ യൂണിവേഴ്സിറ്റി പോലെയുള്ളവർ ഇത് മുഴുവൻ ഇതേ അർത്ഥത്തിൽ കൈകാര്യം ചെയ്ത് പരിഹാരമുണ്ടാക്കാൻ മുന്നിട്ടിറങ്ങണം.